അതെ, ഒരു കാര്യം പറഞ്ഞോട്ടെ. സോറി സാർ, ഒന്നിങ്ങൊന്നേ, ഒരു മിനിറ്റ്. അതെ, എന്ത് വിട്ടിട്ടായി കാണിക്കുന്നത്? ദൈവത്തെ ഓർത്ത് എന്നെ വെറുതെ വിട്ടേക്കൂ. ഇത്രയും നാൾ നിങ്ങൾ പറയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തു. ഇനിയും വിഷ്ണുവേട്ടന്റെ വിഷമം എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. പക്ഷെ ഈ അവസരത്തിൽ ഇങ്ങനെ പിന്മാറിയാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒന്നും കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ പറ്റില്ല. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇല്ല, ഞാൻ വരില്ല. ഇനിയും വിഷ്ണുവേട്ടന്റെ മുന്നിൽ നാടകം കളിക്കാനുള്ള ധൈര്യം എനിക്കില്ല. ഏതായാലും ഇത്രത്തോളം ആയില്ലേ, ഇനി കുറച്ചു നാൾ കൂടി. അത് കഴിഞ്ഞാലോ? എന്നായാലും വിഷ്ണുവേട്ടൻ ഇതൊക്കെ അറിയില്ലേ? അറിയില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വിഷ്ണു അറിഞ്ഞാലും കുഴപ്പമില്ല എന്നൊരു സ്റ്റേജ് എത്തുന്നവരെങ്കിലും. കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ അനുഭവിക്കുന്ന വിഷമം നിങ്ങൾക്കാർക്കും അറിഞ്ഞൂടാ. വിഷ്ണുവേട്ടന്റെ മുമ്പിൽ ചെല്ലാൻ പോലും എനിക്ക് പേടിയാ. മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാനോ അത് ചിരിക്കാനോ പോലും എനിക്ക് കഴിഞ്ഞിട്ടില്ല. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നമ്മളെല്ലാവരും കൂടി വിഷ്ണുവിന്റെ മുന്നിൽ ഒരു നാടകം കളിച്ചു. അതിന് തിരഞ്ഞെടുത്ത വഴിയെക്കുറിച്ച് വേണമെങ്കിൽ കുറ്റം പറഞ്ഞോളൂ. പക്ഷേ എല്ലാം നന്നായി വരണമെന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഇനി ഈ നാടകം ശുഭപര്യവസായി തീരുന്നവരെ സിസ്റ്റർ ഞങ്ങളുടെ കൂടെ നിൽക്കണം. നിന്നേ പറ്റൂ. ഇനി കൂടുതൽ ആലോചിക്കാൻ ഒന്നുമില്ല. എല്ലാ കാര്യങ്ങളുടെയും പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം. വരൂ, നമുക്ക് പോവാം. പക്ഷെ ഞാൻ എല്ലാ കാര്യങ്ങളും കാണിച്ച് വിഷ്ണുവേട്ടന് ഒരു കത്ത് കൊടുത്തു വിട്ടിട്ടുണ്ട്. കത്തോ? ആരുടെ കയ്യില്? ഊണ് കൊണ്ടുവന്ന പയ്യന്റെ കയ്യില്. ഈശ്വര, നീ ഇന്ന് ലീവാണെന്ന് പറഞ്ഞിട്ട്? ഞാൻ ലീവ് തന്നെയാ. ഞാൻ ഇവിടെ അടുത്തൊരു സ്ഥലം വരെ വന്നതാ. അപ്പൊ വല്ലാത്ത വിശപ്പ്. അപ്പൊ നിന്റെ കൂടെ ഒന്ന് ആഹാരം കഴിച്ചിട്ട് പോകാന്ന് കരുതി. ഇത് ഒരാൾക്കുള്ള ആഹാരമേ ഉള്ളൂ. അതൊന്നും സാരമില്ല, നമുക്ക് ഉള്ളത് കൊണ്ട് ഓണാക്കാം. നീ ഓണമാക്കി വരുമ്പോ ഞാൻ പട്ടിണിയാവും. അതൊന്നും ആവില്ല, ഞാൻ നിനക്ക് വിളമ്പി തരാം. അയ്യോ വേണ്ട, ഞാൻ വിളമ്പി കഴിച്ചോളാം. അതൊന്നും സാരമില്ല. കുറച്ച് ദിവസത്തെ ആഗ്രഹമാണ് നിനക്ക് എന്തെങ്കിലും വിളമ്പി തരണമെന്നുള്ളത്. എന്താ വിഷ്ണു അങ്ങനെ വിചാരിക്കുന്നത്? കൃഷ്ണൻകുട്ടി, ഇതേ നമ്മൾ കൽക്കട്ടയിൽ കഴിഞ്ഞിട്ട് ആ ദിവസങ്ങളെ കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അതിനിപ്പൊ നമ്മള് കൽക്കട്ടയിലല്ലോ. ഇപ്പൊ ഇവിടെ തന്നെ. എന്നാലും എന്റെ ഒരു ആഗ്രഹം പഴയ ദിവസങ്ങളിലോട്ടൊക്കെ ഒന്ന് പോണമെന്ന്. ഇനി നീ വിളമ്പിക്കോ. എത്ര ദിവസമായിട്ട് ആഗ്രഹിക്കാണെന്ന് അറിയാം. അയ്യോ, ആപ്പിള് രസത്തിൽ വീണു. അയ്യേ, അയ്യോ, നമ്മുടെ ഹണിമൂൺ ട്രിപ്പ് ഇത്രയും താമസിക്കാനുള്ള പ്രധാന കാരണം എന്റെ ഓഫീസിലെ തിരക്ക് തന്നെ. പക്ഷെ ഇപ്പൊ നമ്മൾ പോകാൻ പോകുന്നത് ഒരാഴ്ചത്തേക്കോ 2 ആഴ്ചത്തേക്കോ അല്ല, 1 മാസത്തേക്കാ. പറഞ്ഞോ, എവിടെ പോണം? ഊട്ടിയോ കൊടൈക്കനാലോ? 2 സ്ഥലത്തും പോണോ? ശരി, പോയേക്കാം. പോകാന്ന് പറഞ്ഞിട്ട് എന്താ ഒന്ന് ചിരിക്കാത്തത്? ഇന്നത്തെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞാലുടൻ നമ്മൾ പുറപ്പെടുന്നു. അതും ലതികയ്ക്ക് വേണ്ടി ഞാൻ വാങ്ങിയ ഈ ബർത്ത്ഡേ പ്രസന്റിൽ. താക്കോല് ഐശ്വര്യമായിട്ട് കയറി ഡ്രൈവ് ചെയ്താൽ